സാറിന് വിളിപ്പിച്ചത്. വെൽക്കം ടു ചിട്ടീസ് വേൾഡ്. അയ്യോ, വാട്ട് ഹാപ്പൻ? അഖിലണ്ണ എന്താണ് ഇപ്പൊ ചോദിച്ചത്? ഈ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഓ, are you a മലയാളി? Okay, let's talk in മലയാളം. ഞാൻ ചിട്ടി. ഞാൻ ബാബു. ഈ മാല ചിട്ടി മൊബൈലിലോ. ഓ, അതല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ചിട്ടി. ഡോക്ടർ വസീകർ നിർമ്മിച്ച ഒരു യന്ത്ര മനുഷ്യനാണ് ഞാൻ. ഓ, അതായിരുന്നു. ഞാൻ വിചാരിച്ചു കേരളത്തിലെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഏതോ ആണുങ്ങള് ഇരുമിന്റെ ചട്ട ഇട്ടുണ്ടെന്ന്. നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ ബാബു. ഡോക്ടർ വാസിക യുക്തിവാദ സമ്മേളനം കഴിഞ്ഞ് 7 അമ്പലത്തിൽ കയറിയിട്ടേ വരൂ. അതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വാവല്ല, ബാബു. ബാബുവിന് എന്നോട് ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ലോകത്തിലെ 28 ഭാഷകൾ വരെ അറിയാം. അയ്യോ, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകെ. അതുകൊണ്ടല്ലേ എനിക്ക് ബാബുന്ന് പേരിട്ട. പഠിക്കാൻ മോശമായതിന് ബാബു എന്ന് പേരിട്ടിട്ട് എന്ത് ഉപയോഗം? പേര് ബാബു എന്നായതുകൊണ്ട് ഒരച്ഛനോ 2 ചിഹ്നവും വെച്ചാ മതി. ബാബു. വേറെ വല്ലേ പേര് പറഞ്ഞെങ്കിൽ അക്ഷരങ്ങൾ വെച്ച ലൂപ്പാട് പോയാനെ. ഇയാളെ പോലെ ഒരു ലോക്കന്നെയാണല്ലോ എന്നെ നോക്കാൻ അതല്ലോണേ. ലോണോ? കടം കടം കടമോ? പേര് എന്തോ പൈസയായിട്ട് ബന്ധപ്പെട്ട പേരാണെന്ന് എനിക്കറിയാം. ചിട്ടി. ഇത്ര നല്ല റോബോട്ടിനെ കണ്ടുപിടിച്ച ഡോക്ടർക്ക് ഒരു നല്ല പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം തന്നെ. ഇട്ടിരിക്കുന്ന പേര് കണ്ടുപിടിച്ചേ ചിട്ടി. അത് കഴിഞ്ഞ ഓണത്തിന് ചിട്ടി പിടിച്ച് കിട്ടിയ പൈസ കൊണ്ടാ എന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് ചിട്ടി എന്ന് പേരിട്ടത്. ഡോ, എനിക്ക് ചാർജ് തീരാറായെന്ന് തോന്നുന്നു. വേഗം കുറച്ച് ചാർജ് കയറ്റൂ. ഇങ്ങനെ മിന്നസായിട്ട് നിക്കാവാ. 5-6 കോമഡി എങ്ങാണ്ട് പറ. ചാർജ് അവിടെ തന്നെ. ബാബു, ഞാൻ എന്റെ കഴിവുകളെ പറ്റി ബാബുവിനോട് പറയാം. ഈ ലോകത്തിലെ എന്തിനെ പറ്റി ചോദിച്ചാലും എനിക്കറിയാം. നൃത്തം, സംഗീതം, സ്പോർട്സ് എന്നിവയിൽ എന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയും ഉണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. ആ അഖിൽ കവിയൂറിന് 2 രൂപ കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അതിന് 5 ലക്ഷം രൂപയൊന്നും വേണ്ട. എവിടെയെങ്കിലും പോയി ഒരു 2000 രൂപ എടുത്ത് പുള്ളിയുടെ ഒരു പ്രോഗ്രാം അങ്ങ് ബുക്ക് ചെയ്താൽ മതി. ഇത്രയും ബുദ്ധി ശക്തിയുള്ള എന്റെ അടുത്ത് ഈ വക ചെറിയ കാര്യങ്ങളൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എങ്കിൽ എന്നെ പറഞ്ഞൊരു പാട്ട് പാട്. ആ, പാടാം. ബാബു എവിടാ? ബാബുവേ എവിടാടോ? അല്ല, വസീകർ എന്തിനായിരുന്നു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ ഡോക്ടർ പറഞ്ഞ് റോബോട്ടിന് സമൂഹത്തിലെ വിവിധ ആൾക്കാരെ കുറിച്ച് പഠിപ്പിക്കണമെന്ന്. അതിന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ബാബുവിന് എന്താ ജോലി? മരമുറി. ഓ, പറഞ്ഞ പോലെ മരമുറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് മരം മുറിക്കുന്നത്? ആദ്യം ഞാൻ ചെന്ന് മരത്തിന്റെ മുകളിൽ വലിനിഴഞ്ഞു കയറിയിട്ട് ഒരു കയറ് കിട്ടും. അതെന്തിനാ വലിനിഴഞ്ഞ് കയറുന്നത്? ദാണ്ടേ ബാബു വരാനെന്ന് പറഞ്ഞ് മരം കുഞ്ഞിന് തളർന്നത്. എന്നിട്ട് മരത്തിൽ കയറി ചെറിയ ചെറിയ ശിഖരങ്ങൾ മുറിക്കും. യു മീൻ സ്മോൾ ബ്രാഞ്ചസ്? അതൊക്കെ പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വൈകിട്ടാ? എന്ത് സ്മോളും ബാറും? അതല്ലടോ, യു മീൻ കൊച്ചു കൊച്ചു ശിഖരങ്ങൾ? അതെ, കൊച്ചു കൊച്ചു ശിഖരങ്ങൾ മുറിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങും. അതെന്തിനാ തിരിച്ചിറങ്ങുന്നത്? പിന്നെ ഞാൻ അവിടെ താമസിക്കാനല്ലേ കേറിയത്. ആ, അതെ, 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമുള്ള ആളാണ് ഞാൻ. കുറച്ച് പന്നി കിട്ടുമോ? എന്തിനാ എന്നെ തുടച്ച് വൃത്തിയാക്കാനാണോ? അല്ല, നിന്റെ വായ കുത്തിക്കേറ്റ കേട്ടിട്ട് മടുത്തി 100ന്റെ കഥ. ബാബുവിനെ ശക്തിയെ കുറിച്ച് അറിയാനിട്ടാ എന്നെ പട്ടാളത്തിൽ ചേർത്ത് പാകിസ്ഥാനെതിരെ യുദ്ധം ജയിക്കാനായിരുന്നു വസീകറുടെ പ്ലാൻ. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമാണല്ലോ എനിക്ക്. അപ്പൊ യുദ്ധത്തിന് മുമ്പ് തോക്കം പോകുമ്പൊന്നും വേണ്ടി വരില്ല. അതെന്താ? ഈ കഥ പറഞ്ഞു കൊടുത്താ മതി. പാകിസ്ഥാൻ ഓടിക്കോ. ബാബുവിന് എന്നെ പുച്ഛം. എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ബാബു പറയുന്ന എന്തും ഞാൻ ചെയ്യും. അങ്ങനെ പറയല്ലോ. റോബോട്ടിനെക്കാളും ബുദ്ധി ശക്തിയും മനുഷ്യനാണ്. ആര് പറഞ്ഞേ? റോബോട്ടിനാണ്. അല്ല, മനുഷ്യനാണ്. റോബോട്ടിനാണ്. എന്നാൽ കാണാം. ഞാൻ പറയുന്ന എന്തും നിനക്ക് ചെയ്യാൻ പറ്റുമോ? ആ, പറ്റും. എന്നാൽ സ്റ്റാൻഡപ്പ്. ഞാൻ എന്നെ നിൽക്കൂല്ലേ? ഓ, കൈവക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ഹാൻഡ്സ് അപ്പ്. സിറ്റ് ഔട്ട്. വീടിന്റെയോ? ഓ, ഇരിക്കുന്നതിന് എന്താ പറയുന്നേ? സിറ്റ് ഡൗൺ. എന്നാൽ സിറ്റ് ഡൗൺ. ബൺ. കഴിക്കാൻ പോവാണോ? ഓ, ഓടുന്നതിന് എന്താ പറയുന്നേന്ന്? റൺ. റൺ.
ഇപ്പൊ ബാബുവിന് മനസ്സിലായോ റോബോട്ടാണ് മനുഷ്യനേക്കാൾ മിടുക്കനെന്ന്? ഓക്കെ, സമ്മതിച്ചു. നീ തന്നെയാ മിടുക്കൻ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഒരു മനുഷ്യന്റെ വയലിൽ എത്ര പല്ലുകളുണ്ട്? സിമ്പിൾ, 32 പല്ലുകൾ. തോറ്റു തോറ്റു, റോബോട്ട് തോറ്റു. 22 പല്ലുകളേ ഉള്ളൂ. ദേ എണ്ണി നോക്ക്. 10 പല്ലുകളില്ല. ആര് പറഞ്ഞേ ഒരു മനുഷ്യന്റെ വായിൽ 32 പല്ലുകളുണ്ട്? ഞാൻ പിന്നെന്താ കൊരങ്ങനെ. എന്റെ അമ്മായപ്പാ നന്ദി. നിങ്ങൾ കാരണം ഞാൻ ഈ റോബോട്ടിനെ തോപ്പിച്ചത്. അതിനെന്തിനാ അമ്മായപ്പന് നന്ദി പറയുന്നത്? അങ്ങേരല്ല എന്റെ ഈ പല്ലടിച്ച് വീഴ്ത്തിയത്. നിങ്ങൾ വിജയിച്ചോന്ന് കരുതണ്ട, നിങ്ങളുടെ ചോദ്യം തെറ്റായിരുന്നു. ആണോ? അങ്ങ് ഞാൻ കാണിക്കുന്ന പോലെ നിനക്ക് കാണിക്കാൻ പറ്റുമോ? ആ പറ്റും. ആ ആ ഇങ്ങനെ ഇങ്ങനെ. റോബോട്ട് അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇതാ പറയുന്നത്, മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. അയ്യോ, പുറത്തേക്കുള്ള ഡോറെല്ലാം അടച്ചിട്ടേക്കുവാണല്ലോ. ഇനി ഞാനെങ്ങനെ പുറത്തേക്ക് പോവും? ഇവിടെ ചോദിക്കാനാണോ എങ്കിൽ ആരുമില്ല. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇതിനെ തന്നെ ഓൺ ചെയ്യാം. ചിട്ടി പവർ ഓൺ, എക്സ്റേ വിഷൻ ഓൺ. എന്തു പറ്റി ബാബു? പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണായിരിക്കും അല്ലേ? ഇപ്പൊ മനസ്സിലായോ? മനുഷ്യൻ ജയിക്കുന്നില്ല, ശാസ്ത്രമേ ജയിക്കുന്നുള്ളൂ. എന്റെ ലോണേ. ലോൺ അല്ലടോ, ചിട്ടി.